ഗൈസ്, അപ്പോ ഇന്ന് കാണാൻ പോണ സിനിമ രൺബീർ കപൂർ നായകനായി വന്ന സംസീറ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ന്യൂ തിയേറ്റർ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള ന്യൂ തിയേറ്ററിലാണ് കാണാൻ പോകുന്നത്. അപ്പൊ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പം അതിനകത്ത് ആളൊന്നും കാണുന്നില്ല. ഷോ ഉണ്ടാവോ ഇല്ലെന്ന് അറിയത്തില്ല. പോയി നോക്കാം. ഷോ ഉണ്ടായില്ലേ നോക്കിയിട്ട് പറയാം. ഗൈസ്, അപ്പോ സിനിമ കാണാൻ ആളില്ല. രൺബീർ കപൂറിന്റെ സിനിമ കാണാൻ ഭാഗ്യമില്ല. നിൽക്കുന്നത് ന്യൂ തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. അപ്പോ 6 പേരാണ് ഉണ്ടായിരുന്ന സിനിമ കാണാൻ. 10 പേരെങ്കിലും വേണം. അപ്പൊ അന്ന് എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോ എനിക്ക് മറ്റേ ഏരീസ് പ്ലസ് തിയേറ്ററിന്റെ കാര്യമാണ് ഓർമ്മ വന്നത്. അവിടെ 10 പേര് കഷ്ടിച്ച് വന്നുകൊണ്ടാണ് ഷോ ഇട്ടത്. ഇവിടെ അതുപോലും ഇല്ല. അപ്പൊ അത് തന്നെ ഭേദം അല്ലടാ. ആ സിനിമ ആ ഒരു ചെറിയ പടത്തിനല്ലേ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം ഹിന്ദി സിനിമയ്ക്കൊന്നും വലിയ ആള് ഇല്ലല്ലേ ശരിക്കും. ഇപ്പം മലയാള സിനിമയിൽ ചെറിയ സിനിമയ്ക്ക് പോലും ആളില്ല. കുറിയുടെ കാര്യം പറയണ്ട, അത് വിട്. എന്തായാലും സിനിമയ്ക്ക് ആളില്ല. ഇനി വേറെ തിയേറ്ററിലുണ്ടോ? വേറെ ഇനി 4:30 ഏരീസ് സ്പെക്സിലുണ്ട്. എന്തായാലും ഒന്നുകിൽ ഇന്നല്ലെങ്കിൽ 2 തിങ്കളോ ചൊവ്വയോ നോക്കിയിട്ട് പോവാം. സമയം ഇല്ല, എന്നാലും നോക്കാം. ഇത് ഷോ ഇല്ല. 10 പേരെങ്കിലും ഉണ്ടായിരുന്ന ഈ ഷോ ഓട്ടിച്ചേനെ. അപ്പൊ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ന്യൂ തിയേറ്ററിനോട് വിട പറയാം. അപ്പോ നമ്മൾ നോക്കാം. സിനിമകളുമായിട്ട് ഇനി വരുന്നതാണ് അല്ലടാ. മലയും കുഞ്ഞിനും കടവയ്ക്കും. പിന്നെ മലയും കുഞ്ഞ് പോയി കാണാത്തവരുണ്ടെങ്കിൽ മലയും കുഞ്ഞ് സിനിമ അടിപൊളി സിനിമ. ഓക്കെ ഗൈസ്, അപ്പോ ഏരീസ് പ്ലസ് തിയേറ്ററിലും കൂടെ പോയായിരുന്നു. അവിടെ 10:30 ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചോദിച്ചപ്പോൾ തിയേറ്ററിൽ 10:30 ഷോ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അവിടെ പോയി ചെന്നപ്പോഴാണ് അത് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒന്ന് തിയേറ്റർ റെസ്പോൺസും കൂടെ പിടിച്ചിട്ടുണ്ട്. അത് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇത് നോക്കാം. ഒരു മിനിറ്റ്, എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? പ്രതീക്ഷ ഒന്നുമില്ല. സംശയ മൂവി സിനിമയ്ക്ക് ഇത്രയും മികച്ച അഭിപ്രായമാണ്. സിനിമ സിനിമ ഞാൻ മാക്സിമം നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ കാണാൻ ശ്രമിക്കാം. വർക്കിംഗ് ഡേയ്സ് ഒക്കെയാണ് നാളെ മറ്റന്നാൾ. എന്താവും അറിയത്തില്ല. എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ തന്നെ സിബുവിന്റെ ഒരു പടം മഹ, അത് നിങ്ങളെ എനിക്ക് കാണണമെന്നുണ്ട്. നോക്കാം, ശ്രമിക്കാം. നമ്മൾ കഴിവിന്റെ പരമാവധി ഈ 2 സിനിമയും കാണാൻ ശ്രമിക്കാം. എനിക്ക് ആ റെസ്പോൺസിന്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരി പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ സംസീരയുടെ ഞങ്ങൾ കാണാൻ പോയ ഒരു അനുഭവം. ഇത് വേണമെങ്കിൽ റിവ്യൂ വേണ്ട, ഒരു വ്ളോഗായിട്ട് കണക്കാക്കിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.